ദേശീയ പതാകയെ അപമാനിച്ചത് ബി.ജെ.പിയുടെ പാലക്കാട്ടെ മുതിർന്ന നേതാവായ ശിവരാജനാണ്. ദേശീയ പതാക മാറ്റി പകരം കാവിക്കൊടി ഉയർത്തണം എന്ന നിലപാടാണ് ശിവരാജൻ ഇന്ന് സ്വീകരിക്കുന്നത് കണ്ടത്. ഏതായാലും വരും ദിവസങ്ങളിലും ഈ വിഷയം സജീവമായി നിൽക്കുമെന്ന കാര്യം ഉറപ്പാണ്. ബി.ജെ.പി നേതൃത്വം അതിനോട് എങ്ങനെ മറുപടി പറയുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഷീജ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ഷീജ, ഇപ്പോൾ നമ്മൾ കണ്ടത് ഒരു നിവൃത്തികേടിന്റെ ചിരിയാണ്. കാരണം ഇവിടെ പെട്ടുപോയി എന്ന് വി മുരളീധരന് മനസ്സിലായി. ഇന്ത്യയുടെ കൊടി മാറ്റണമെന്നാണ് മുതിർന്ന നേതാവ് ശിവരാജൻ പറഞ്ഞത്. അങ്ങനെ ഒരു ചോദ്യം വന്നപ്പോൾ പതിവിന് വിപരീതമായി മാധ്യമപ്രവർത്തകർ അതിൽ ഉറച്ചു നിന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ കുടുങ്ങുകയായിരുന്നു വി മുരളീധരൻ. ഒരു നിവൃത്തികേടിന്റെ ചിരിയുമായി ഒഴിഞ്ഞു മാറുന്നതാണ് കാണാൻ പറ്റിയത്. തീർച്ചയായും മനു, കാരണം നമ്മൾ പലതവണയായി ഈ ചോദ്യം പലർ ആവർത്തിച്ച് ചോദിക്കുകയും ചെയ്തു. പക്ഷേ ഓരോരുത്തരും ഈ വിഷയം ആവർത്തിച്ച് ചോദിക്കുമ്പോൾ, ഈ ശിവരാജൻ ഉന്നയിച്ച വിഷയം അതിലുള്ള പ്രതികരണം ചോദിക്കുമ്പോൾ അതിന് പരിഗണന നൽകാതെ മറ്റു ചില കാര്യങ്ങളിൽ ഊന്നൽ നൽകിക്കൊണ്ട് സംസാരിക്കുക. ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് ചോദിച്ചല്ലോ, അതിനുള്ള മറുപടി നിങ്ങൾ ആദ്യം പറയണം, അതിനുശേഷം നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകാം എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു ആദ്യത്തെ ഒരു ലൈൻ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ചോദ്യം വീണ്ടും വീണ്ടും വരുന്ന ഒരു ഘട്ടത്തിലാണ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായി ഇത്തരത്തിൽ ചിരിച്ചുകൊണ്ട് ഒരു രക്ഷപ്പെടൽ ശ്രമം വി മുരളീധരന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത് എന്നുള്ള കാര്യം കൂടിയാണ് എടുത്തു പറയേണ്ടത്. കാരണം ഇന്നത്തെ ദിവസം രാജ്ഭവനിലെ വിഷയത്തിൽ ഊന്നി തന്നെയാണ് ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചത്. തുടക്കം മുതൽ തന്നെ വലിയ പ്രതിരോധത്തിലാകുന്ന ഒരു കാഴ്ചയാണ് വി മുരളീധരന്റെ ശരീരഭാഷയിൽ അടക്കം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും സംസ്ഥാനത്തെ മന്ത്രിമാരെയും സർക്കാരിനെയും ഒക്കെ കുറ്റപ്പെടുത്തി അതിൽ അപ്പുറത്തേക്ക് ഈ RSS ഭാരതാംബയാണ് ഈ ഇന്ത്യയിലേക്ക് ഏറ്റവും വലുത് എന്ന രീതിയിൽ വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമവും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായി. പക്ഷേ മാധ്യമപ്രവർത്തകരുടെ നിരന്തര ചോദ്യം ചെയ്യലിൽ അദ്ദേഹം അവിടെ നിന്നും ഒഴിഞ്ഞു മാറി പോകുന്നതായിരുന്നു പിന്നീട് നമ്മൾ കണ്ടതും. മനു, ശരി, ഷീജ തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.